ബോസേ മെയിൽ വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാമോ? ശ്രീനി സാറിൻ്റെ മെയിലല്ലേ? അതൊന്ന് ഒരു കൺഫർമേഷൻ കൂടെ വരട്ടെ, എന്നിട്ട് മതി. ചുമ്മാ ചാടിക്കറി ഇപ്പോൾ തുടങ്ങിയാലേ. പ്രശ്നം വല്ലതും ഉണ്ടോ? വേറൊന്നുമില്ല, SX കൂടെ അവിടെ ഉള്ളതല്ലേ. അങ്ങനെ ഒന്നാമത് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. സത്യം. ലോങ് ലീവ് കഴിഞ്ഞ് വന്നവരൊക്കെ എന്തായാലും വെറുതെയാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ശിവരി ഇങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ അടികൂടിയേ. നമ്മളെ കമ്പനി പ്രോജക്റ്റിൽ താമസിച്ച് ഡിലേ ആവണത് ഒന്നും അവർക്കൊരു വിഷയമല്ലല്ലോ. അവിടെ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള പരിപാടിയാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതികാരം ചെയ്യുമ്പോൾ നമ്മൾ ഓഫീസിൽ താഴോട്ട് പോകണത്. അതെ, അതവർക്ക് ചിന്തയില്ലല്ലോ. എന്തായാലും നമ്മുടെ സ്റ്റാഫുകൾ കൊള്ളാം. കമ്പനിയെക്കാളും ഉത്തരവാദിത്തം വേറെ പല ദർശനം. സർ, കഴിഞ്ഞ പ്രസന്റേഷന്റെ അപ്ഡേറ്റ് എന്തായി? എന്ത് പറ്റി? അല്ല, ഒന്നും കിട്ടിയില്ലായിരുന്നു, അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നല്ലോ, നേരത്തെ പറയില്ലേ? അല്ല, ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഞാനും കൂടി പ്രസന്റേഷന് പോകണമെന്നാ. എനിക്ക് അങ്ങനത്തെ ഇന്ത്യവേഷൻ അങ്ങനെ വന്നിട്ടില്ല. ഇതൊക്കെ എങ്ങനെ അറിയുന്നു? അതൊക്കെ ഞാൻ അറിയും. ഐസക് സാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അല്ലാതെ എങ്ങനെ അറിയും? ക്രിസ്റ്റീന, എടോ, ഈ ഐസക് സാറിനെ തൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പുള്ളിയുടെ ടാർഗറ്റേ ഞാനാണ്. വെറുതെ ഓരോന്ന് പണി വാങ്ങിച്ച് പിടിക്കരുതേ. സർ, ഐസക് സാറിനെ കുറിച്ച് അധികം ഒന്നും പറയണ്ട. സാറിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെക്കാൾ നന്നായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ അനുഭവത്തിൽ വരുമ്പോൾ പഠിച്ചോളൂ. കൃഷ്ണ, വീണ്ടും ഞാൻ പറയുന്നു, താൻ സൂക്ഷിച്ചോ. അയാളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവസാനം എനിക്കിട്ട് പണിയാന്നല്ലാതെ തനിക്ക് വേറെ ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. കാര്യം കഴിയുമ്പോൾ അയാൾ തന്നെ വെറുതെ തനിക്കിട്ട് ബാക്കിയുള്ള തരാനുള്ള തരുകയും ചെയ്യും. ഒരു മിനിറ്റ്. സാർ ആണോ? ഉണ്ട്, ടോം ഉണ്ട്. ഇല്ല സാർ, ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ, ശരി. ടോം ഫ്രീ അല്ലേ? പിന്നെ നമുക്ക് ഹെഡ് ഓഫീസിൽ ഒന്ന് പോകണമായിരുന്നു. പുതിയ പ്രോജക്റ്റിന്റെ കാര്യം പറയാനേ ട്രെയിൻ സാർ വിളിച്ചിട്ടുണ്ട്. പോയിട്ട് വരാം. സാർ, ഞാനും കൂടെ വരാം നിങ്ങളുടെ കൂടെ. എങ്ങോട്ട്? അല്ല, ഓഫീസിലോട്ട്. അതിന് എല്ലാം കൂടെ പോകേണ്ട കാര്യം നമ്മൾ രണ്ടും കൂടെ പോയിട്ട് വരേണ്ട കാര്യമേ ഉള്ളൂ. അതിന് ഞാനും കൂടി ടീം മെമ്പർ അല്ലേ, എനിക്കൂടെ വരാലോ. ഇവിടെ ആര് പോകണം പോകേണ്ടതൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത്. ടോം ബാ. ജെസ്സി എവിടെ? അവര് ഇറാനി ചായ മറ്റേ ബന്നും കഴിക്കാൻ വേണ്ടി പോയി. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ശ്രീനി സാർ വിളിച്ചല്ലേ? അല്ല, അവര് അറിഞ്ഞില്ലല്ലോ ആ സംഭവം. പക്ഷേ സാർ വിളിച്ചല്ലേ, പുതിയ പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ നമുക്ക് എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതുകൊണ്ടാ സാർ ഞാൻ പറഞ്ഞത് ഞാനും വരാമെന്ന്. അവരെ വിളിച്ച് നമുക്ക് അവരെ കൊണ്ട് പോയാൽ പോരെ? നല്ലത്. അല്ല സാർ, ഇവിടെ ഇല്ലാത്തവരെ കുറിച്ച് എന്തിനാ സാർ സംസാരിക്കുന്നത്? ഞാൻ വന്നാ പോരെ, ടീം മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നം കഴിഞ്ഞില്ലേ? കൊണ്ടോ സാർ, ഈ ഓഫീസിലുള്ളവർക്ക് തീരെ ഉത്തരവാദിത്തമില്ല സാർ. ഈ തോന്നുമ്പോ പോവാ, തോന്നുമ്പോ വരിക, സാറിനോട് ഒരു വാക്ക് പോലും പറയുന്നില്ല. എന്ത് മോശമാണ്. ഓഫീസ് ടൈം കഴിഞ്ഞു ചായ കുടിക്കാൻ പോയി എൻ്റെ അടുത്ത് എന്തിനാ ക്രിസ്റ്റ്യാനെ പറയുന്നത്? സാർ, ചായ കുടിക്കാൻ പോയാലും പുറത്തേക്ക് പോകുമ്പോൾ സാറിനോട് പറയണ്ടേ? കൊണ്ടുപോവാ, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ചുമ്മായിട്ടിങ്ങനെ അവരെ അതിനെ ഇതിനെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാ അയ്യോ വേണ്ട. അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. വന്നോ? ഈ ഉപകാരം ഞാൻ ഓർക്കരുത്, ഇപ്പൊ തന്നെ മറന്നോണം. മനസ്സിൽ വെക്കുക ചെയ്യും.